വാവ്, എന്താ ഒരു ബ്യൂട്ടി. നോക്കൂ, ക്ലിഫ്സ് വ്യൂ. നമ്മൾ എത്തിക്കഴിഞ്ഞു നമ്മുടെ കുക്കിംഗ് ടേബിൾ. അതായത് ഇങ്ങനെ ഒരു അടിപൊളി മനോഹരമായ ഒരു വ്യൂ ഒക്കെയാണ് ബാക്കിൽ. ഇങ്ങനെ ഒരു പുറത്ത് ഔട്ട്ഡോർ ഷൂട്ട് നമ്മളുടെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്താണെന്ന് ഡോക്ടർ എന്നെ ഐശ്വര്യമായിട്ട് പറഞ്ഞോളൂ. വൈറ്റ് പനീർ കറി. വൈറ്റ് പനീർ കറി. ഈ പനീർ എന്ന് വെച്ചാൽ വെജിറ്റേറിയൻസിന്റെ ഒരു നോൺ വെജ് ഐറ്റം പോലെ. അതെ അതെ, വെജിറ്റേറിയൻസിന് ആകെ ഇപ്പം പ്രോട്ടീൻ സോഴ്സ്, നല്ല പ്രോട്ടീൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ പനീറുണ്ട്, സോയ ഉണ്ട്, പിന്നെ സോയ എന്ന് എടുക്കുന്നത് തന്നെയാണ് ടോഫു, അത് പ്രസിഡേറ്റ്. അപ്പം ഇതൊക്കെയാണ് വെജിറ്റേറിയൻസിന് നമുക്ക് എപ്പോഴും ബെസ്റ്റ് പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയാൻ കാണുന്നത്. അപ്പോൾ ഈ പനീറിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ പറയുകയാണെങ്കിൽ ഒരു 100 grams ഓഫ് പനീർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നിയർലി ഒരു 200 calories. അതായത് 100 gram പനീറിൽ 210 calories ആണ് ഒരു 100 gram പനീറിലുള്ളത്. ഓക്കെ. ആൻഡ് അതേപോലെ ഫാറ്റ് കണ്ടന്റും ഉണ്ട്. പക്ഷേ യുനോ വെജിറ്റേറിയൻസിന് ഇപ്പം വേറെ വഴിയില്ല. അല്ല, അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഫാറ്റ് അല്ല. അതെ, ബിക്കോസ് സ്മോൾ എമൗണ്ട് ഓഫ് ഫാറ്റ്, ഞാൻ പറഞ്ഞ പോലെ ചെറിയ എമൗണ്ട് ഓഫ് ഫാറ്റ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. ഈറ്റ് ഫാറ്റ് ടു ബേൺ ഫാറ്റ് എന്ന് പറയാം. സോ സ്മോൾ എമൗണ്ട് ഓഫ് ഫാറ്റ് കുഴപ്പമില്ല. നമ്മള് ഫാറ്റ് കഴിക്കാണ്ടിരുന്നാലും പ്രശ്നമാണ്. തീരെ ഫാറ്റ് ഒഴിവാക്കിയാലും പ്രശ്നമാണ്. ബിക്കോസ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോൺ സിന്തസിസിനൊക്കെ ഫാറ്റ് ആവശ്യമുണ്ട്. ഈ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഈ പനീർ കറിക്ക് ആവശ്യമുള്ള സാധനം ഒന്ന് ഞാൻ പറഞ്ഞു, 200 grams ഓഫ് പനീർ. പിന്നെ ഇവിടെ നമ്മൾ സബോള എടുത്തിട്ടുണ്ട്, സബോള, പിന്നെ പച്ചമുളക്, ഇഞ്ചി. ഇത് കസൂട്ടി മേത്തി, അതായത് ഡ്രൈഡ് മേത്തി ലീവ്സ് ആണ്. ഇതെന്താ മേത്തി ലീവ്സ്? കസൂരി മേത്തി എന്നാ പറയുക. മേത്തി ലീവ്സ് ആക്ച്വലി ഇപ്പം നോക്കുകയാണെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ്. കടയിൽ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. കസൂരി മേത്തി എന്നിട്ട് തന്നെ വാങ്ങാൻ കിട്ടും എവറസ്റ്റിന്റെ. കസൂരി മേത്തി. ഓക്കെ. കസൂരി മേത്തി ലീവ്സ് ഡ്രൈഡ്. ഇത് നല്ലൊരു ഫ്ലേവർ തരും നമ്മുടെ കറിക്ക്. ആൻഡ് ജീരകം, പിന്നെ കുറച്ച് കസ്കസ്. വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 3 ടീസ്പൂൺ കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഗരം മസാല പൗഡർ, ഒരു 6 or 8 കാഷ്യൂ നട്ട്സ്. അത് എന്തിനാ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത്? ഗ്രൈൻഡ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അരയ്ക്കാനുള്ളതാണ്. ഇറ്റ് ഹാസ് ടു ഗെറ്റ് സോക്ഡ്. ഓക്കെ. പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എരിവ് കുറവായിരിക്കും. അറ്റ് ദ സെയിം ടൈം യു ഗെറ്റ് എ ഗുഡ് കളർ. പിന്നെ ടേമറിക്, ഗുഡ് ആന്റിസെപ്റ്റിക്. മഞ്ഞൾ, നമ്മുടെ പണ്ട് തൊട്ടിട്ട് ഉപയോഗിക്കുന്ന ആന്റിസെപ്റ്റിക് ആണ് ടേമറിക്. പിന്നെ തൈര്, ഗുഡ് സോഴ്സ് ഓഫ് ലാക്ടോബാസിലസ്. പിന്നെ ഇത് ഓയിൽ ഓഫ് കോഴ്സ്. ആൻഡ് കോക്കനട്ട് മിൽക്ക് വേണം. ഫസ്റ്റ് മിൽക്ക് 1 കപ്പും സെക്കൻഡ് മിൽക്ക് ഒരു 2 കപ്പും. അപ്പോൾ ഒരു കപ്പ് ഒന്നാം പാലും 2 കപ്പ് രണ്ടാം പാലും. പിന്നെ ഇതെന്ത് വെളിച്ചെണ്ണ? അല്ല, സൺഫ്ലവർ ഓയിലാണ്. ഇതിന് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. ഇത് കുറച്ച് നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഓക്കെ. അപ്പോൾ വെളിച്ചെണ്ണ നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ സോ എല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്നുള്ള പ്രോസസ്സിലേക്ക് കിടക്കാം. ആദ്യം അടുപ്പ് കത്തിച്ചു, ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി 2 സാധനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് ഈ സബോള ഗ്രൈൻഡ് ചെയ്യാനുണ്ട്. ഇത് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇത് സോട്ട് ചെയ്യണം ആദ്യം. ഓക്കെ, പേസ്റ്റ് ആക്കണം അല്ലേ? പേസ്റ്റ് ആക്കിയിട്ട് സോട്ട് ചെയ്യണം. ഈ അണിയന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അരച്ച ഉടനെ സോട്ട് ചെയ്യാൻ ഇടണം. അത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് ടേൺസ് ബിറ്റർ, കയ്പായി പോകും. ആണോ? അപ്പൊ നമുക്ക് ഇപ്പം ഇത് അരയ്ക്കാനുണ്ട്. ഇത് അരച്ചൊന്ന് സോർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇനി ഇതൊക്കെയാണ് അരയ്ക്കാനുള്ളത്. ഇഞ്ചി, പച്ചമുളക്, ജീരകം, ഹാഫ് ടീസ്പൂൺ ഓഫ് ജീരകം, കസ്കസ്. ഈ 4 സാധനവും നമുക്ക് ഇത് സോർട്ടായ ശേഷം അരച്ചൊഴിക്കാനുള്ളത്. നമുക്ക് അകത്ത് അരയ്ക്കാലോ. വെൽക്കം ബാക്ക്. അപ്പം ഞങ്ങൾ രണ്ടും അരച്ചു കഴിഞ്ഞു. 1 സവാള മുഴുവൻ ഞങ്ങൾ അരച്ചു. പിന്നെ ഇതിൽ എന്തൊക്കെയുള്ളത്? ഇതിൽ പച്ചമുളക്, ഇഞ്ചി, കസ്കസ്, ആൻഡ് നമുക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ തേങ്ങ, അത് അരയുന്നില്ലെങ്കിൽ ഇടാം. ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ജീരകം. നമ്മളില്ലേ, ഹാഫ് ടീസ്പൂൺ ഓഫ് ജീരകം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം വേഗം ഉള്ളി സോട്ട് ചെയ്യാം. ഓക്കെ. ഇത് അരച്ചപ്പം തന്നെ ഉള്ളി സോർട്ട് ചെയ്യണം, അതായത് വഴറ്റണം, അല്ലെങ്കിൽ ഇത് കയ്പായി പോകും. ഇവിടെ നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. പോയി മതി. താഴ്ത്തി വെച്ച് സോട്ട് ചെയ്യാം. തീ കുറച്ച് വെച്ചിട്ട് പതുക്കെ സോട്ട് ചെയ്യാം. കുറച്ച് നേരം സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ കുറച്ച് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. അന്നേരം നമുക്ക് ഈ അരച്ച് വെച്ചതിലേക്കിടാം. ഓക്കെ. ഉള്ളി
സാരൊക്കെ അറിയാവോ, ഈ ഉള്ളി ഇറ്റ്സ് എ ബെസ്റ്റ് ആൻറ്റിസെപ്റ്റിക്. അപ്പോൾ എന്ത് വയറിന് എന്ത് അസുഖങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയലാണ്, എന്ത് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും ഉള്ളി, വെളുത്തുള്ളി ഇതൊക്കെയാണ് നാച്ചുറൽ മെഡിസിൻസ്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, നോർത്ത് ഇന്ത്യൻസ് എപ്പോഴും ചപ്പാത്തി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വെറുതെ ഉള്ളി കഴിക്കും. ആക്ച്വലി ദാറ്റ്സ് എ വെരി ഗുഡ് ഹാബിറ്റ്. ബ്ലഡിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവും ഉള്ളി. വയറിൽ എത്രയ്ക്കും നല്ല ആൻറ്റിസെപ്റ്റിക്. ഈവൻ ദ ഫുഡ് യു ടേക്ക്, ആ ഫുഡിൽ എന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്ന സാധനം ഉണ്ടെങ്കിൽ ഉള്ളി, പച്ച ഉള്ളി കഴിക്കുന്നത് നല്ലതാണ്. നമ്മളപ്പോൾ എന്തിനാ വഴിച്ചത്? അത് കഴിഞ്ഞിട്ട് ഒന്ന് പല്ല് തേച്ചാൽ മതി. ഉള്ളി ഭയങ്കര വായില് സ്മെല്ല് വരും. അത് കുഴപ്പമില്ല, പക്ഷെ ഇറ്റ്സ് ഗുഡ് ഫോർ യു. ഇത് നമ്മളിപ്പോൾ വഴറ്റുന്ന കുഴപ്പമില്ലല്ലോ. ഇത് വഴറ്റുന്ന കുഴപ്പമില്ല, ഇത് വഴറ്റുകയാണ് നമ്മൾ. 2 minutes സോട്ട് ചെയ്യണം. ഓക്കെ. അല്ലെങ്കിൽ ആ ഒരു റോ ടേസ്റ്റ് വരും ഉള്ളിയുടെ. ഡോക്ടർ, ഈ പനീറില്ലേ, ഇപ്പം ഇതിൽ ഫാറ്റ് ഉണ്ടെന്ന് പറയും, പക്ഷെ കൊളസ്ട്രോളുള്ള പേഷ്യൻസിന് എന്തായാലും ഫാറ്റ് ഒട്ടും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ പനീറിന് നമുക്ക് ഇതേ പനീർ തന്നെ സ്കിംഡ് മിൽക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാം. എന്നിട്ട് തിളപ്പിച്ചിട്ട് ഇച്ചിരി ലൈം ജ്യൂസോ അല്ലെങ്കിൽ ഇച്ചിരി തൈരോ ഒഴിച്ചിട്ട് അതിനെ പിരിച്ചെടുത്തിട്ട് ഇതുപോലെ പനീറാക്കാം. അത് വെച്ച് പനീറുണ്ടാക്കാം. അത് വെച്ച് പനീറാക്കാം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഇതേണ്ടുള്ള ഹൈ പ്രോട്ടീൻ ആയിരിക്കും, ഫാറ്റ് തീരെ ഉണ്ടാവില്ല. അപ്പോൾ ധൈര്യമായിട്ട് ഇപ്പം കിഡ്നി പ്രോബ്ലം ഉള്ള പേഷ്യൻസിനൊക്കെ ഒരു 30 gram പ്രോട്ടീൻ വരെ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ പനീർ ആണെങ്കിൽ തന്നെ ഇപ്പോൾ റീനൽ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 3-4 കഷ്ണം കഴിക്കാം, പ്രോബ്ലം ഇല്ല, നോട്ട് മോർ ദാൻ ദാറ്റ്. മറ്റേ കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസിനാണെങ്കിൽ ഈ ഫാറ്റ് ഫ്രീ പനീർ ആക്കുകയാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ. പിന്നെ പനീറിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നത് ടോഫു ആണ്. ടോഫു അതെ, സോയെന്ന് കിട്ടുന്നു, ഇപ്പോൾ നമ്മുടെ ഇതിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ടോഫുവിനുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ, പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ അത് എപ്പോഴും ലാസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. ടോഫു കട്ട് ചെയ്തിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഗ്രിൽ ചെയ്തെടുത്തിട്ട് യു പുട്ട് ഇൻ ദ കറി ലാസ്റ്റിൽ. ഓക്കെ, അവസാനം ഓഫ് ചെയ്തതിന് ശേഷം. ബിക്കോസ് അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ യു ഷേക്ക് ഇറ്റ് ആൻഡ് മിക്സ് ഇറ്റ് യു ടു ബി ലിറ്റിൽ കെയർഫുൾ. പെട്ടെന്ന് പൊട്ടിപ്പോവും, ഭയങ്കര സോഫ്റ്റ് ആണ്. ആക്ച്വലി സോയേന്റെ ഏറ്റവും ഹെൽത്തിയസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ടോഫു അല്ലെങ്കിൽ സോയ മിൽക്ക്. ഓക്കെ. ഇൻഫാക്ട് സോയയാണ് നോൺ വെജിനോട് ഏറ്റവും ക്ലോസസ്റ്റ് എന്താ പറയുക റിസംബ്ലൻസ് ഉള്ള ഒരു വെജിറ്റേറിയൻ ഡിഷ്. ബിക്കോസ് അതിൽ ഒരുവിധം എല്ലാ അമിനോ ആസിഡ്സും ഉണ്ട്, നിയർലി 40% പ്രോട്ടീനും ഉണ്ട്. അപ്പൊ ഇന്ന് തന്നെ എല്ലാവരും പോയി കുറെ സോയ വാങ്ങിച്ച് വീട്ടിൽ കഴിക്കാം. സോയ പല രീതിയിൽ യൂസ് ചെയ്യാമല്ലോ. ടോഫു ആണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലത്. പിന്നെ സോയ മിൽക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫുൾ സോയ വാങ്ങാൻ കിട്ടുമല്ലോ, അത് സോയ ഗ്രാന്യൂൾസ് എന്ന് കിട്ടുന്ന സാധനം യൂസ് ചെയ്യരുത്. നമ്മളൊരു വലിയൊരു റൗണ്ട് സാധനം ചങ്ക്സ്, അതിനെക്കാട്ടിലും നല്ലത് ടോഫുവോ മിൽക്കോ ആണ്. ഓക്കെ. പിന്നെ സോയ ഓഫ് കോഴ്സ് ഈ ഈസ്ട്രജൻ, ഫൈറ്റോ ഈസ്ട്രജൻസ് എന്ന് പറയും. സോയയിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഈസ്ട്രജന് സിമിലർ ആയിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ട് അതിൽ, ഫൈറ്റോ ഈസ്ട്രജൻസ് എന്ന് പറയുക. അപ്പോൾ ഈ ഫൈറ്റോ ഈസ്ട്രജൻസും ഇങ്ങനെ ഇപ്പം പോസ്റ്റ് മെനോപോസൽ വിമൻ, അതായത് ഒരു 40-45 years ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ സ്ത്രീകൾക്ക് കൂടുതൽ സോയ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളിത് ഉള്ളി വാടി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയിലോട്ട് ഇടാൻ പോവാം. ഇപ്പോൾ ഒരുവിധം വാടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലി താഴ്ത്തി വെക്കുക. താഴ്ത്തി വെച്ചുള്ളിയിൽ കരിയും. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ടീസ്പൂൺ ടർമറിക് പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി എത്ര, അതും അതുപോലെ 1/4 ടീസ്പൂൺ മതി. ശരി, ഫോർ കളർ 1/4 ടീസ്പൂൺ. ഓക്കെ, കളറിന് വേണ്ടിയാണത്. ഇനി ഇതിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോണ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കസൂട്ടി മേത്തിയാണ്. ഓക്കെ. കസൂട്ടി മേത്തി ഒരു 2 tablespoons. ഓക്കെ. ഇത് വാങ്ങിച്ചപ്പോഴേ ഡ്രൈ ആയിട്ടല്ലേ വാങ്ങിക്കും കസൂട്ടി മേത്തി. ഓക്കെ. 2 tablespoon ഇട്ടു. 2 tablespoon. എനിക്ക് തോന്നുന്നു ഇതിന്റെ മെയിൻ ഒരു ഡിഫറെന്റ് ഫ്ലേവർ തരാൻ പോകുന്നത് തന്നെ ഇതാണെന്ന് തോന്നുന്നു അല്ലേ? നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടാൻ ഏറ്റവും നല്ലത്. പിന്നെ ഹെൽത്ത് വൈസും നല്ലതാണല്ലോ കസൂട്ടി മേത്തി. വേറൊരു സ്മെല്ല് വരുന്നുണ്ട് ഇപ്പോൾ. ഇനി കസൂത്തി മേത്തി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് തൈരാണ്.
അപ്പോൾ തൈര് വി നീഡ് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് വേണം. പക്ഷേ തൈര് ഒരിക്കലും ഒറ്റ അടിക്ക് ഒഴിക്കരുത്. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് യു ഹാവ് ടു കീപ് സോട്ടിങ്. ഓക്കെ. 2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. നമ്മൾ കുറച്ചായിട്ട് ഒഴിക്കാൻ പോവാ. ഇത് ഫുൾ കാണാനില്ലാണ്ടാവും. അപ്പോൾ ഇച്ചിരി കൂടി ഒഴിക്കുക. ഓക്കെ. അപ്പം നമ്മൾ പുളിക്ക് വേണ്ടി വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കേർഡ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിൽ തക്കാളി വേണ്ട, പുളി വേണ്ട, ഒന്നും വേണ്ട. ഇതാ ലാസ്റ്റ് അല്ലേ? മതി. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈര് നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചു. ഒഴിക്കുമ്പോൾ ഇളക്കിക്കൊണ്ട് തന്നെയാണ് ഒഴിക്കുന്നത്. ഇനി എന്താണ്? ഇനി ഇതൊന്ന് വാടി കഴിഞ്ഞിട്ട് മസാല മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് 2ാം പാൽ ഒഴിക്കണം. ഇപ്പോൾ 2ാം പാൽ 2 കപ്പല്ലേ നമ്മൾ? 2 കപ്പ് 2ാം പാലും 1 കപ്പ് 1ാം പാലും. തൻപാലും. അപ്പോൾ നമ്മളിപ്പോൾ 2ാം പാൽ ഒഴിച്ചു കഴിഞ്ഞു. അതായത് 2 കപ്പ് 2ാം പാൽ ഒഴിച്ചു കഴിഞ്ഞു. ഇനി പനീർ ഇടാൻ പോവാം. നമ്മളിൽ പനീർ ഒരു മുഴുവൻ പാക്കറ്റ് ഇടുമല്ലോ നമ്മൾ? 200 ഗ്രാംസ് പനീർ യൂസ് ചെയ്യാണ്. ഇനി നമ്മൾ അതിൽ ഉപ്പിടാം. ഉപ്പിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് 2nd പാൽ ഒഴിച്ച് ഒന്ന് തിളച്ചിട്ട് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിടാം. ഏകദേശം ഒരു 3/4 ടീസ്പൂൺ. ആവശ്യത്തിന് ഉപ്പിട്ടു. ഉപ്പ് ഇപ്പം ഇതേപോലെ തന്നെ ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള പേഷ്യൻസിന് ഉപ്പ് അധികം പറ്റില്ലല്ലോ. സാധാരണ ഉപ്പ് സോഡിയം ക്ലോറൈഡ്. അപ്പം നമ്മുടെ സെൽസിൽ അകത്തുള്ളത് പൊട്ടാഷ്യം, പുറത്തുള്ള സോഡിയമാണ്. അപ്പോൾ സോഡിയത്തിൻ്റെ ലെവൽ നമുക്ക് ചുരുക്കണം, എന്നാലേ ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻസിന് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിത് ഇവിടെ തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ഒരു 8 to 10 മിനിറ്റ്സ് ഒന്ന് ബോയിൽ ചെയ്യണത്. ഒന്ന് കുറുകി വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് തേങ്ങാപ്പാൽ ഒഴിക്കും. ഞാൻ പറഞ്ഞില്ലേ, നട്ട്സ്, കാഷ്യൂ നട്ട്സ് ആണ് നമ്മളിവിടെ 7 to 8 കാഷ്യൂ നട്ട്സ് എടുക്കുന്നത്. നമുക്കറിയാലോ നട്ട്സിലൊക്കെ കുറച്ചൊരു ഓയിൽ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ മിക്ക കൊളസ്ട്രോൾ പേഷ്യൻസും പേടിച്ചിട്ട് കഴിക്കുന്ന സാധനമാണ് നട്ട്സ്. പക്ഷെ ആക്ച്വലി എല്ലാ പേഷ്യൻസിനും നമ്മൾ ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഡയബറ്റിക് പേഷ്യൻസിന്, ഹൈപ്പർടെൻസീവ് പേഷ്യൻസ് എല്ലാവരുടെ അടുത്ത് പറയുന്നു, അല്ലെങ്കിൽ 8 or 10 ആൽമണ്ട്സ്, അല്ലെങ്കിൽ ഒരു ഹാൻഡ്ഫുൾ ഓഫ് പീനട്ട്സ്, അല്ലെങ്കിൽ കുറച്ച് 8 or 10 കാഷ്യൂസ് ഇത് കഴിക്കാം, ധൈര്യമായിട്ട് കഴിക്കാം. പിസ്താഷ്യോസ്, വാൾനട്ട്, ഏത് വേണമെങ്കിലും ഏതെങ്കിലും ഒരു നട്ട് സ്നാക്കായിട്ട് കഴിക്കാം ഡെയിലി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി നട്ട്സ് ഇത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ഇത് തേങ്ങാപ്പാലിൽ ഇച്ചിരി എടുത്തിട്ട് ഇതൊന്ന് അരയ്ക്കാൻ പോവാണ്. എന്നിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇത് കുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒഴിക്കാം നമുക്ക്. ഓക്കെ. കൂടി കുറുകാനുണ്ട്. ജസ്റ്റ് ഒരു ഉപ്പൊക്കെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. മൊത്തം ഒരു 10 to 12 മിനിറ്റ്സ്. അതെന്നാൽ പനീറൊന്നും നല്ലോണം സോഫ്റ്റ് ആവും. ഡോക്ടർ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്ഥലം ഒന്ന് കാണാൻ പോണേ. കാണിക്കാം, ഡെഫിനറ്റ്. എന്ത് കാണിച്ചു തരും? എസ്റ്റേറ്റ് ആണ് ഇത്, ഫുൾ എസ്റ്റേറ്റ് ആണ്. ഇതിനുള്ളിൽ കൂടെ നമുക്ക് നടക്കാം. നല്ലൊരു വാക്കാണ്. ചെറിയ സ്ട്രീം ഉണ്ട്, ചെറിയൊരു സ്ട്രീം ഉണ്ട്. പിന്നെ കഴുങ്ങുകാടുണ്ട്. ആൻഡ് കോഫിയാണ് ഇവിടെ കൂടുതൽ പ്ലാന്റേഷൻ. കോഫി കുടിച്ചുകൊണ്ട് ഇങ്ങനെ എസ്റ്റേറ്റിന്റെ അകത്തേക്ക് നടക്കാം. കോഫി എസ്റ്റേറ്റ് പോയിട്ടുണ്ടോ സാറാ? ഇല്ല, എക്സ്പീരിയൻസ്. എല്ലാത്തിനും ഒരു തുടക്കമുണ്ടല്ലോ. ഇങ്ങനെ ടേസ്റ്റ് ഓഫ് കേരളയിലൂടെ നമ്മൾ ഇന്ന് കോഫി എസ്റ്റേറ്റിലേക്ക് ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ ഇത് കുറുകി ഒരുവിധം കുറുകി. ഇനി നമുക്ക് തൻപാൽ ഒഴിക്കാം. ഇത് നമ്മൾ കാഷ്നട്ട് കൂടി കൂട്ടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമ്മളത് ഒഴിക്കാൻ പോവാണ്. ഓക്കെ. പനീറും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അല്ലേ? നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം തീ കുറച്ച് വെക്കണ്ടേ? വേണ്ട, ഒന്ന് തിളക്കട്ടെ. 1ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളക്കണം. നമ്മൾ കാഷ്യൂനട്ട് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. കാഷ്യൂനട്ട് ആഡ് ചെയ്തതിനെ കൊണ്ട് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് തിക്കാവും. ഇത് തിളച്ച് ഇതായിപ്പോൾ ഒരുവിധം തിക്കായി. അപ്പം നമുക്കിത് മറ്റേ സാധാരണ ഗീ റൈസോ അല്ലെങ്കിൽ കോക്കനട്ട് റൈസ് അല്ലെങ്കിൽ നാന്, ചപ്പാത്തി ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് ഗരം മസാല നമ്മൾ അവസാനം ആഡ് ചെയ്യുന്നത്. ബിക്കോസ് ഗരം മസാല ഇട്ടിട്ട് ഇത്ര നേരം തിളച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫ്ലേവർ ഒക്കെ പോകും. സോ ഫൈനലി വി ഗോയിങ് ടു ഇത് തിളച്ചു, ഇനി ഓഫ് ചെയ്യാം.
തൻപാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കണ്ട. ഗരം മസാല ഇട്ട് ഒരു ഹാഫ് ടീസ്പൂൺ. യാ ജസ്റ്റ് ഹാഫ് ടീസ്പൂൺ. ഓക്കെ. ജസ്റ്റ് മിക്സ് ഇറ്റ്. ഓക്കെ. ടേസ്റ്റ് ഓഫ് കേരള. അയ്യോ നൈസ്. സൂപ്പർ. ഒന്നും കൂടി ടേസ്റ്റ് ചെയ്യാൻ തരും. ശരി, അധികം ടേസ്റ്റ് ചെയ്യണ്ട. നന്നായിട്ടുണ്ട് മോളെ. ആണോ? ഓക്കെ നൈസ്. ഓക്കെ, നല്ല പുളിയൊക്കെ ഇടയ്ക്ക്. ഇത്തിരി മല്ലിയില ഇടാം ഡെക്കറേഷൻ. നല്ലൊരു പുളിയും പിന്നെ നല്ല ടേസ്റ്റ്. എനിക്ക് ആ പനീറും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തരുന്നു. ആയല്ലേ? ആയി, ഇപ്പോൾ ആയി. എനിക്ക് മറ്റേ ഡോക്ടർ എന്ത് പണിയാ കാണിക്കുന്നത്? പനീർ തരാം. ആ, കറി മാത്രം എന്നെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചല്ലോ. എങ്ങനെയാ? ഒരു പീസ് പനീർ. പിന്നെ പനീർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കുഷൻ പോലെ ഉണ്ട്. സൂപ്പർ. ആ ഗ്രേവി അടിപൊളിയായിട്ടുണ്ട്. ഒരു ചെറിയ പുളി വരുന്നുണ്ട്. അത് നമ്മൾ തൈര് അതെനിക്കിഷ്ടമായി. നമ്മൾ പക്ഷേ ടൊമാറ്റോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ തൈര് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ചെറുതായിട്ട് കറക്റ്റ്. എരിവ് കറക്റ്റ് ആയിട്ടുണ്ട്, ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ട്, എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഡോക്ടറിന്റെ എപ്പിസോഡിൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടൊരു, അതായത് ഈ മഞ്ഞ പോലെ തന്നെ വൈറ്റ് കളറിലുള്ള വൈറ്റ് പനീർ കറിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. എന്തായാലും ഇതെല്ലാം നിങ്ങൾ എൻജോയ് ചെയ്തു വിചാരിക്കുക. നിങ്ങൾ ഹെൽത്തി ആയിട്ട് കഴിക്കൂ, ജോളി ആയിട്ട് ജീവിക്കൂ. വെജിറ്റേറിയൻസിന് നല്ലൊരു ഓപ്ഷനാണ് പനീർ. പറഞ്ഞ പോലെ ടോഫു യൂസ് ചെയ്യാം ഇതിന് തന്നെ. ഇപ്പം കണ്ടില്ല, ഇത്ര നേരം നമ്മൾ തിളപ്പിക്കുമ്പം ടോഫു ആണെങ്കിൽ പൊടിഞ്ഞു പോകും. അപ്പോൾ രണ്ടാം പാല് നല്ലോണം തിളച്ച് കുറുകിയതിന് ശേഷം ടോഫു ഇടുക. ദെൻ യു ക്യാൻ പോ ദ ഫസ്റ്റ് മിൽക്ക്. കുട്ടികൾക്ക് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും. കൊളസ്ട്രോൾ പേഷ്യൻസ് ആണെങ്കിൽ പനീറിന് 3-4 പീസ് കഴിക്കാം. അപ്പോൾ അത്രയും സിമ്പിളാണ്. നമുക്ക് സാധാരണ പനീറിന് പകരം സ്കിംഡ് മിൽക്ക് പൗഡർ യൂസ് ചെയ്യാം. സ്കിംഡ് മിൽക്ക് പൗഡർ നമ്മൾ സാധാരണ പാല് കലക്കുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ച് കലക്കി അടുപ്പത്ത് വെച്ച് തിളയ്ക്കുമ്പം അതിൽ ലൈം ജ്യൂസോ അല്ലെങ്കിൽ വിനീഗറോ അല്ലെങ്കിൽ വേ വാട്ടർ, അതായത് തൈര് ഒഴിച്ചാലും മതി. അങ്ങനെ തിളയ്ക്കുമ്പം അത് പനീറാവും. എന്നിട്ട് അത് അരിപ്പയിൽ കൂടെ അരിച്ചതിന് ശേഷം ആ തരി പോലെ ഉണ്ടാവും. അത് നമ്മളൊരു മസ്ലിൻ ക്ലോത്തിൽ ഒരു തുണിയിൽ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും വെക്കുക കുറച്ച് നേരത്തേക്ക്. അപ്പോൾ അതങ്ങ് കൂടി തിക്ക് പനീറാവും. ഓക്കെ. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. ഞാനിത് എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാമല്ലോ, ഈ മഞ്ഞ പോലെ തന്നെ വെള്ള കളറുള്ള വൈറ്റ് പനീർ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്.